ഹലോ ഗൈസ്, എന്നോട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? അപ്പൊ ഇന്ന് പപ്പയും മമ്മിയും നമ്മുടെ വീട്ടിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോ എത്തും. ഇന്ന് അപ്പായമ്മേനെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് അവർ വരാന്ന് പറഞ്ഞിരിക്കുവാണ്. അപ്പായമ്മയെ അയർലൻഡിൽ വന്നിട്ട് 3 മാസം കഴിഞ്ഞു. സമയം എത്ര പെട്ടെന്ന് പോയെന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല. അത്ര സ്പീഡിലാണ് പോയത്. അവരുണ്ടായിരുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നുണ്ട് എനിക്ക്. കാരണം ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്ന കാര്യം അത്ര എളുപ്പമല്ലല്ലോ. പ്രത്യേകിച്ച് നമ്മൾ വേറൊരു നാട്ടിലും കൂടെ ആകുമ്പോൾ നമുക്ക് നാട്ടിലെപ്പോൾ അത്ര സപ്പോർട്ടൊന്നും കിട്ടത്തില്ലല്ലോ. അപ്പായമ്മ വന്നത് ഭയങ്കര ഭയങ്കര ദൈവാനുഗ്രഹമായിരുന്നു. ദൈവത്തിന് ഒത്തിരി ഒത്തിരി നന്ദി അവരോട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റിയതിൽ. അതുപോലെ തന്നെ അവരെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് പപ്പയമ്മ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരിപ്പം എത്താറായിട്ടുണ്ട്. കാരണം അവർ നല്ല ബോണ്ടഡ് ആയിട്ടുണ്ടായിരുന്നു. 3 മാസം കാലയളവിൽ തന്നെ അപ്പാനെ അമ്മേനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് അവർ എപ്പോഴും ഇടയ്ക്ക് വന്നിട്ട് നമ്മുടെ വീട്ടിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അവർക്ക് ആ ഫ്ലൈറ്റ് പോകുന്ന ദിവസം അന്ന് യാത്രയാക്കാൻ വേണ്ടി വരാൻ പറ്റില്ല, കുറേ കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ഇന്ന് നമ്മളെ അപ്പാൻ്റെ അമ്മേനെ കാണാൻ വേണ്ടി വരുവാണ്. അപ്പം നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഈ 3 മാസക്കാലം എത്ര പെട്ടെന്നാണ് പോയതെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പായമ്മയായിട്ട് പപ്പ മമ്മി നല്ല ബോണ്ടഡായിട്ടുണ്ടായിരുന്നു. അവർ വന്നപ്പോഴാണെങ്കിൽ അപ്പായുടെ സ്പെഷ്യൽ ഇന്ത്യൻ ചായ, അതായത് നമ്മുടെ ഏലക്ക ചായയാണ് ഉണ്ടാക്കി കൊടുത്തത്. പിന്നെ ഞാനാണെങ്കിൽ എഗ് സാൻഡ്വിച്ചും പിന്നെ കേക്കും പിന്നെ ചോക്കോ ചിപ്സ് ബിസ്ക്കറ്റുമാണ് ഉണ്ടായിരുന്നത്. ഇവർക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ ഏലക്ക ചായ കഴിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ വരുമ്പോഴൊക്കെ അപ്പ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പ തന്നെ ഉണ്ടാക്കണമെന്ന് പ്രത്യേകം പറയാറുണ്ട്. മമ്മിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഏലക്ക ചായ കഴിക്കാനായിട്ട്. Take care and love me now. I mean, we look after Nabi. Okay. As best we can. Take care and baby. Right. We are there. And you have a wonderful daughter and you have a wonderful son-in-law. Yeah. And a fabulous friends. Yeah. That's the start. That's the start. It's the easiest she said before the train. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല ഇവരെ ഒരുമിച്ച് ഇവിടെ കൊണ്ടുവരാൻ പറ്റിയതിൽ. അതുപോലെ തന്നെ അപ്പാടെ അമ്മയുടെയൊക്കെ ഒത്തിരി ആഗ്രഹമായിരുന്നു ഇവരെയൊക്കെ നേരിട്ട് കാണാൻ പറ്റണമെന്നുള്ളത്. ദൈവം അതിനൊക്കെ ക്രമീകരിച്ചു എന്നുള്ളതിൽ ഒത്തിരി ഒത്തിരി താങ്ക്ഫുൾ ആണ് ഞാൻ. ഒറ്റ സങ്കടം മാത്രമേ ഉള്ളൂ, ഇനി വിരലിലെണ്ണാൻ ദിവസങ്ങൾ കൂടിയേ അവർ നമ്മുടെ കൂടെ ഉണ്ടാവത്തുള്ളൂ. തിരിച്ച് നാട്ടിലോട്ട് പോകണം. വീട്ടിലിപ്പോൾ ആക്ച്വലി ചേട്ടായി ഒറ്റയ്ക്കാണുള്ളത്. അപ്പോൾ ചേട്ടായി ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നതിൽ അമ്മ ഒത്തിരി സങ്കടപ്പെടുന്നുണ്ട്. ഇത് കാണുന്ന ചേട്ടായോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, ഒട്ടും വിഷമിക്കേണ്ട, രണ്ടുപേരെ സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്ത് അയച്ചേക്കാം വേഗം തന്നെ. പപ്പയും അമ്മയും പറയുന്നുണ്ട് എൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട, ഞങ്ങൾ നോക്കിക്കോളാം അവളെയും കുഞ്ഞിനെയും. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടല്ലോ നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്, ഇടയ്ക്ക് ഇങ്ങോട്ട് വരണം, നമുക്ക് വിളിക്കണം, സംസാരിക്കണം, കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഹോളി വാട്ടർ ഒഴിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അവിടെയാണ് പപ്പ മെച്ചിഗോറിയിൽ നിന്ന് കൊണ്ടുവന്ന ഹോളി വാട്ടറൊക്കെ ഒഴിച്ചു. പപ്പയും അമ്മയും നമുക്ക് ഉമ്മയൊക്കെ തന്ന് അവരൊക്കെ ഹഗ്ഗൊക്കെ ചെയ്തിട്ട് പയ്യെ ഇറങ്ങുവാണ്. ദൈവത്തിന് ഒരുപാട് നന്ദി ഇവരിങ്ങനെ ഒരുമിച്ച് കാണാനും അതുപോലെ തന്നെ യാത്ര അയക്കാനൊക്കെ അവർക്ക് വരാനുള്ളൊരു മനസ്സുണ്ടായതിൽ. കാരണം ഒത്തിരി ടൈമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ് യൂറോപ്യൻസ് പൊതുവേ, അറിയാമല്ലോ. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മളുടെ ഒരു കൊച്ചു ലൈഫിലേക്ക് നമുക്ക് ഇമ്പോർട്ടൻസ് തന്ന് സ്വന്തം മോൾക്ക് കൊടുക്കുന്ന സെയിം പ്രയോറിറ്റി തന്നെ എനിക്ക് തന്ന്, കുഞ്ഞാവേനാണെങ്കിലും കുഞ്ഞ് ഗ്രാൻഡ് ചൈൽഡ് ആണെന്ന് പറഞ്ഞ് അത്രയും കെയർ ചെയ്യുന്ന രണ്ടുപേരെ ഈ ഒരു നാട്ടിൽ നമുക്ക് തന്നതിൽ ദൈവത്തിന് ഒത്തിരി ഒത്തിരി നന്ദി. അപ്പോൾ അവർ ഇറങ്ങുവാണ്. ദൈവാനുഗ്രഹിച്ച് ഭാവിയിൽ ഇതുപോലെ വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇതുപോലെ മീറ്റപ്പ് ചെയ്യാം, കുറേ വീഡിയോസൊക്കെ എടുക്കാം. ഇപ്പോൾ കുഞ്ഞുവാവായിട്ട് ഒരുപാട് ബിസി ആയതുകൊണ്ട് എനിക്ക് വീഡിയോസൊന്നും ശരിക്കും പറഞ്ഞെടുക്കാൻ പറ്റിയില്ല. ഐ എം റിയലി സോറി. മനഃപൂർവ്വമല്ല, അത്രയും ടൈറ്റ് ആയിട്ടുള്ള ഷെഡ്യൂളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് വീഡിയോസൊക്കെ ഡിലേ ആവുന്നത്. ബട്ട് ട്രസ്റ്റ് മീ ഗൈസ്, എല്ലാം നോക്കിയായി കഴിയുമ്പോൾ അടിപൊളി വീഡിയോസായിട്ട് നമ്മൾ ഇനിയും സ്ട്രോങ് ആയിട്ട് വരും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും കൂടെ ഉണ്ടായിരിക്കണം. അങ്ങനെ അവർ യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. വീണ്ടും പുതിയ പുതിയ അധ്യായങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് തുറക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു യാത്ര പറച്ചിൽ. എന്തായാലും ദൈവത്തിന് ഒത്തിരി ഒത്തിരി നന്ദി. അപ്പൊ ഗൈസ് അവരാണെങ്കിൽ ഇറങ്ങി. പപ്പയും മമ്മിയും അപ്പയ്ക്കും അമ്മയ്ക്കും നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവർ മെച്ചുകൊറിയയിൽ പോയപ്പോഴുള്ള ഹോളി വാട്ടറും അതുപോലെ തന്നെ ഒരു കുഞ്ഞ് ഈശോയുടെ രൂപമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അനിയത്തിക്ക് സ്പെഷ്യലി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി നന്ദിയുണ്ട് ദൈവത്തിന് അവരിവിടെ കിട്ടിയതിൽ. കാരണം ആരില്ലാത്ത സാഹചര്യത്തിൽ എന്നെ ഒത്തിരി ഒത്തിരി ചേർത്ത് പിടിച്ചിട്ട് രണ്ടുപേരാണ് പപ്പയും മമ്മിയും. അതുപോലെ തന്നെ എൻ്റെ അപ്പായും അമ്മയാണെങ്കിൽ ഈ ഒരു 3 മാസക്കാലം എത്ര സ്പീഡിലാണ് പോയെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കുഞ്ഞുവാവയായിട്ട് നല്ല ബിസി ആയിരുന്നതുകൊണ്ട് തന്നെ സമയം പോയതേ അറിഞ്ഞില്ല. അതിൻ്റെ കൂട്ടത്തിൽ അവരൊന്ന് സപ്പോർട്ടിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. കാരണം അവരില്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. അത്രയും ഭംഗിയായിട്ടെല്ലാം ക്രമീകരിച്ചു. ദൈവത്തിന് ഒത്തിരി നന്ദി. ഈ ഒരു സമയത്ത് അവരോട് കൊണ്ടുവരാൻ പറ്റിയതിലും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിലൊക്കെ ഒത്തിരി ഒത്തിരി നന്ദി. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും കൂടെ ഓർക്കുക. അപ്പം എല്ലാവർക്കും ഈ കുട്ടി വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈൽ കണ്ടുമ്പോഴേക്കും ടപ്പേ കടിച്ചു പൊട്ടിക്കുക. അപ്പോൾ കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ, ആൻഡ് ദിസ് അനു സൈനിങ് ഓഫ്.